ഞാൻ എപ്പോഴും പ്രായോഗികമായ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. അതിൻ്റെ ഭാഗമായി ജനങ്ങളുടെ വിഷമം അതിനോടൊപ്പം നിൽക്കുക എന്നുള്ളത് എല്ലാ കാലത്തും സ്വീകരിച്ചു വന്നിട്ടുള്ളൊരു നില. സാധാരണക്കാരനായി നിൽക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമല്ല സാർ. അത് അങ്ങേക്ക് സാധിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ജനങ്ങളുടെ കൂടെ നിൽക്കുക, ജനങ്ങളോട് പറയുക. അപ്പോൾ അത് ജനങ്ങൾ നല്ല നിലക്ക് അത് എടുത്തല്ലോ. എത്ര നല്ല മനസ്സോടെയാണ് സ്വീകരിച്ചത്. ഇപ്പം സാധാരണ നിലക്ക് ആ ഘട്ടത്തിൽ നമ്മൾ മനുഷ്യരുടെ കാര്യം പറയും. ആ ഘട്ടത്തിൽ ഞാനൊരു ദിവസം പറഞ്ഞു, നമ്മൾ പറയേണ്ട കാര്യങ്ങളെല്ലാം ജനങ്ങളോട് പറയായിരുന്നല്ലോ. നമ്മൾ കുടുംബത്തിൽ പറയുന്നത് പോലെ ജനങ്ങളോട് പറയുന്ന നിലയായിരുന്നു ഞാൻ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ പറഞ്ഞു ഒരു ദിവസം, പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഭക്ഷണം കിട്ടാത്ത പട്ടികൾ, മറ്റ് മൃഗങ്ങൾ, കുരങ്ങന്മാർ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കണം ഈ സമയത്ത്. അത് വലിയ തോതിൽ സ്വീകരിച്ചല്ലോ ആളുകൾ. അതിലൊക്കെയാണ് നമുക്ക് വലിയ സന്തോഷം തോന്നുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിഞ്ഞു. അത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഉടനെ അതിന് പ്രതികരണം ഉണ്ടായി. അതേപോലെ തന്നെ കാർഷിക രംഗം, ഇത് നമുക്ക് വലിയ ഭക്ഷ്യക്ഷാമം അനുഭവപ്പെട്ടു പോകുമെന്ന് ശങ്കിക്കണം. കാരണം കോവിഡ് എത്രയാണ് നീണ്ടു നിൽക്കാന്ന് അറിയില്ലായിരുന്നു. വല്ലാത്ത പ്രയാസം വന്നാൽ നമ്മൾ ഭക്ഷ്യക്ഷാമത്തിലേക്ക് പോകുമെന്നുള്ള ശങ്കയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീട്ടുപറമ്പിൽ ആവശ്യമായ കൃഷി ചെയ്യണമെന്നൊരു ദിവസം പറഞ്ഞു. അത് പറഞ്ഞ് കേൾക്കേണ്ട താമസം ചിലർ ഉടനെ മൺവെട്ടിയൊക്കെ എടുത്തിട്ട് കൃഷി ചെയ്യാൻ പുറപ്പെട്ടല്ലോ. അതൊക്കെ ഒരു നല്ല ആവേശകരമായ കാര്യമല്ലേ. അപ്പോൾ അന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. എനിക്ക് ഫുട്ബോൾ വളരെ ഇഷ്ടമാണ്. സാർ ചെറുപ്പകാലത്ത് ഫുട്ബോൾ കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെ ഫുട്ബോൾ മാച്ച് ഇപ്പോൾ ഒരു വേൾഡ് കപ്പ് വരികയാണ്, അങ്ങ് കാണാറുണ്ടോ? അങ്ങേക്ക് പ്രത്യേക താല്പര്യമുള്ള ഏതെങ്കിലും കളിക്കാരുണ്ടോ? അത്യാവശ്യം ഞാൻ കാണാറുണ്ട്. അത്യാവശ്യം കാണാറുണ്ട്. ചില കളികൾ നല്ല നിലക്ക് കണ്ടിട്ടുണ്ട്. ഇപ്പൊ തുടങ്ങാൻ പോവാണ്. അതെ. പക്ഷെ ഇത് നമ്മുടെ സമയമായിട്ട് ഒത്തുവരാത്തത് കൊണ്ട് ജൂലൈയിലാണ്. അതെ, അല്ല സമയം ഒത്തുവരാറില്ല പലപ്പോഴും. അപ്പോൾ ഉറക്കൊഴിഞ്ഞ് കാണുക എന്നുള്ളത് ഇപ്പൊ ഞാൻ അങ്ങനെ മെനക്കെടാറില്ല. അല്ല, ഈ അർജന്റീന അല്ലെങ്കിൽ മെസ്സി അങ്ങനെ ആ സമയത്ത് അവരോടൊക്കെ ചായ്വ് കാട്ടിയ നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ അങ്ങ് ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ചോദിച്ചാണ്. അല്ല, അവരൊക്കെ നല്ല കളിക്കാരായിട്ട് തന്നെ കാണുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ചിലർ അവരെ ജയിക്കാൻ പാടുന്ന നില എടുക്കാറുണ്ട്. അങ്ങനെ ഒരു നില ഞാൻ എടുക്കാറില്ല. പക്ഷെ അവരെയൊക്കെ നല്ല കളിക്കാരായിട്ട് തന്നെ കാണുകയാണ്.